ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് വേട്ട. 8 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ബീജാപൂരിലെ ഗംഗളൂർ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് സുരക്ഷാസേന പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നുണ്ട്. മനു, തുടർച്ചയായ മാവോയിസ്റ്റ് വേട്ട അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. ഇതിനോടകം തന്നെ ഛത്തീസ്ഗഡിൽ നിന്നും അത്തരത്തിലുള്ള നിരവധി വാർത്തകളും വന്നു കഴിഞ്ഞു. നമ്മളതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഗൗതം, സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇപ്പോൾ ബീജാപൂർ ജില്ലയിലെ ഗംഗളൂർ വനമേഖലയിലാണ് രാവിലെ 8:30 ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടത്. മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യത്തെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാ സംഘത്തിന്റെ പരിശോധന. ഗംഗളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവയ്പുണ്ടായത്. ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്നും ഒരു ഇൻഫാസ് റൈഫിളും ബാരൽ ഗ്രാനേഡ് ലോഞ്ചറും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പ്രദേശത്ത് സുരക്ഷാ സേന പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ മാവോയിസ്റ്റുകൾ വനമേഖലയിൽ ഉണ്ടോ എന്നറിയുന്നതിനായി തെരച്ചിൽ തുടരുന്നതായാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ബീജാപൂരിലെ നക്സൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയെ അഭിനന്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായും രംഗത്തെത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബസ്തർ ഡിവിഷനിലെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ മുതൽ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ജില്ലാ റിസർവ് ഗാർഡും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും കോബ്ര കമാൻഡോ അടങ്ങിയ ബറ്റാലിയൻ സംഘമാണ് ഈ തെരച്ചിൽ നടത്തിയത്. ജനുവരിയിലും ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഏറ്റുമുട്ടലിൽ 20 മാവോവാദികളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. പ്രധാന മാവോയിസ്റ്റ് നേതാവായ ചലപതി അടക്കമുള്ള നേതാക്കളാണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയും ഇതേ മേഖലയിൽ ഒരു മാവോയിസ്റ്റ് പരിശീലന ക്യാമ്പും സുരക്ഷാ സേന തകർത്തിരുന്നു. ഛത്തീസ്ഗഡിൽ ഈ വർഷം മാത്രം വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി 48 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 219 മാവോയിസ്റ്റുകളെയും വധിച്ചിരുന്നു. സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി പ്രദേശത്ത് പെട്രോളിംഗും തിരച്ചിൽ പ്രവർത്തനങ്ങളും സുരക്ഷാ സേന തുടരുകയാണ്. ശരി, മനു അഖിലയാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ.